ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2025 വിഷു മുതൽ ഒരു വർഷത്തേക്കുള്ള വിഷുഫലമാണ് പറയുന്നത്. 2025 പല പ്രധാന ഗ്രഹങ്ങളും രാശി മാറുന്നുണ്ട്. ശനിയാണെങ്കിൽ ഇപ്പോൾ രാശി മാറി. മെയ് 14 വ്യാഴവും രാശി മാറും. അതിനുശേഷം രാഹുകേതുക്കളുടെ രാശിമാറ്റം ഉണ്ടാകുന്നതാണ്. ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ ഓരോ രാശിക്കാരെയും വിവിധ തരത്തിൽ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളുമാണ്. ഈ ഗ്രഹങ്ങളുടെയൊക്കെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവ വളരെ കാലം ഒരു രാശിയിൽ നിന്ന് ഗുണദോഷ ഫലങ്ങൾ തരുന്ന ഗ്രഹങ്ങളാണ്. ശനിയാണെങ്കിൽ 2.5 വർഷത്തോളം ഒരു രാശിയിൽ നിൽക്കും. വ്യാഴം ഏകദേശം 1 വർഷക്കാലം ഒരു രാശിയിൽ നിൽക്കും. രാഹുകേതുക്കൾ 1.5 വർഷത്തോളം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളാണ്. മറ്റു ഗ്രഹങ്ങളാണെങ്കിൽ 1 മാസത്തോളമേ ഒരു രാശിയിൽ നിൽക്കൂ. അതിനാൽ ഈ ശനിയുടെയും വ്യാഴത്തിൻ്റെയും രാഹുകേതുക്കളുടെയും ഒക്കെ രാശിമാറ്റം ഫലപ്രവചനത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. മകയിരം നക്ഷത്രം 2 രാശിയിൽ വരുന്ന നക്ഷത്രമാണ്. ആദ്യത്തെ പകുതി ഭാഗം ഇടവക്കൂറിലും ബാക്കി പകുതി മകരക്കൂറിലുമാണ് വരുന്നത്. അതിനാൽ ജനിച്ച കൂറിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മകയിര നക്ഷത്രക്കാർക്ക് 2 വിധത്തിലുള്ള ഫലങ്ങളെ പറയണം. ഇടവക്കൂറിൽ വരുന്ന മകയിര നക്ഷത്രത്തിന് ശനി 11-ലും വ്യാഴം 2-ലേക്കും രാശി മാറും മെയ് 14. മിഥുനക്കൂറിലെ മകയിര നക്ഷത്രത്തിന് ശനി 10-ലും വ്യാഴം മെയ് 14 ജന്മത്തിലേക്കും വരും. വിഷു സംക്രമണം അനുസരിച്ച് മകയിരം നക്ഷത്രം അന്ത്യശൂലത്തിൽ വരുന്ന നക്ഷത്രമാണ്. അതിനാൽ ആയുധം കൊണ്ടും പശു പക്ഷി മുതലായ ജന്തുക്കൾ നിമിത്തവും ദേഹത്തിൽ മുറിവുകൾ ഒക്കെ ഉണ്ടാകുകയും രോഗം, ആപത്തുകൾ എന്നിവയൊക്കെ അനുഭവപ്പെടുകയും ചെയ്യും. ദേവത ശിവനാണ്. ശിവൻ ദേവത വന്നാൽ മനോദുഃഖം ഉണ്ടാകുന്നതാണ്. അതിനാൽ ശിവപ്രീതി വരുത്തുകയും ശിവക്ഷേത്ര ദർശനം നടത്തുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ വിഷുഫലമനുസരിച്ച് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇടവക്കൂറിൽ ജനിച്ച മകയിര നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സഹായമൊക്കെ ലഭിക്കാതെയൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ, അതായത് ആ സഹായമൊക്കെ തടസ്സപ്പെട്ടൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ആ സഹായമൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പെൻഷൻ പോലുള്ള സഹായമൊക്കെ മുടങ്ങിയവർക്കാണെങ്കിൽ, അതുപോലെ PSCയുടെയൊക്കെ ടെസ്റ്റുകൾ എഴുതി നിയമനത്തിനൊക്കെ കാത്തു നിൽക്കുന്നവരാണെങ്കിൽ ആ നിയമനത്തിനുള്ള ഉത്തരവുകളൊക്കെ ലഭിക്കാം. ധനസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ മാറുകയും ധനലാഭം വിവിധ വഴികളിലൂടെയൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. നിലവിൽ കേസുകളോ മറ്റോ ഒക്കെ ഉള്ളവരാണെങ്കിൽ ആ കേസുകളിലൊക്കെ വിജയം ഉണ്ടാകുന്നതാണ്. അതുപോലെ തൊഴിലിലും സമൂഹത്തിലും ഒക്കെ പദവികളൊക്കെ കരസ്ഥമാക്കാനും സാധിക്കുന്നതാണ്. അധികാരപ്രാപ്തിയൊക്കെയുള്ള തൊഴിലൊക്കെ ലഭിക്കുന്നതാണ്. തൊഴിലൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ പുതിയ തൊഴിൽ ലഭിക്കുന്നത്, നല്ല തൊഴിലൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്കും നേട്ടമുണ്ടാകുന്നതാണ്. ബിസിനസ്സിൽ ഉയർച്ചയും ലാഭവർധനവും ഒക്കെ ഉണ്ടാകുന്നതാണ്. മിഥുനക്കൂറിൽ വരുന്ന മകയിര നക്ഷത്രക്കാർക്ക് തൊഴിൽ സ്ഥലത്തൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കണം. അതുപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പോകരുത്. അതുപോലെ തൊഴിൽ സ്ഥലത്തോ സമൂഹത്തിലുമൊന്നും രാഷ്ട്രീയം പറയരുത്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെയൊക്കെ നടുക്ക് ചെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ വിനയായിട്ട് വരുന്ന അവസ്ഥ ഉണ്ടാകുന്നതാണ്. ചെലവുകളൊക്കെ നിങ്ങളുടെ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വരവും ചെലവുമൊക്കെ പൊരുത്തപ്പെട്ട് കൊണ്ടുപോകാൻ അല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. 6, 8, 12 ഭാവാധിപന്മാരുടെയൊക്കെ ദശ നടക്കുന്ന മകയിര നക്ഷത്രക്കാർക്കാണെങ്കിൽ, അതുപോലെ വ്യാഴവും ശനിയുമൊക്കെ ദോഷസ്ഥാനത്തിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ അല്പം ബുദ്ധിമുട്ടുകൾ കൂടുതൽ അനുഭവിക്കേണ്ടതായി വരുന്നതാണ്. ഇനി എന്ത് പരിഹാരം ചെയ്യാം എന്ന് നോക്കാം.
ഇടവക്കൂറിൽ വരുന്ന മകയിര നക്ഷത്രക്കാർ മഹാലക്ഷ്മി ഭജനവും അതുപോലെ മഹാലക്ഷ്മി ക്ഷേത്രദർശനവും ദേവി ക്ഷേത്രദർശനവും ഒക്കെ നടത്തുക. മിഥുനക്കൂറിൽ വരുന്ന മകയിരം നക്ഷത്രക്കാർ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രദർശനം നടത്തി തുളസിമാല, പാൽപ്പായസം പോലെയുള്ള വഴിപാടുകളൊക്കെ കഴിക്കുക. അതുപോലെ ഈ 2 കൂറിലും വരുന്ന മകയിര നക്ഷത്രക്കാർ ശിവഭഗവാന്റെ ക്ഷേത്രദർശനം എല്ലാ മകയിരം നാളിലും നടത്തുക. കൂടാതെ ശനിയാഴ്ചകളിലോ തിങ്കളാഴ്ചകളിലോ ഒക്കെ നടത്തുന്നതും ഗുണകരമാണ്. ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക്, ധാര മുതലായ വഴിപാടുകളൊക്കെ കഴിക്കുന്നതും നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.